ഹേ യൂട്യൂബ് നമസ്കാരം, ദിസ് ഇസ് നന്ദൻ ആൻഡ് വെൽക്കം ബാക്ക് ടു ബാൾഡ് ആൻഡ് ബിയർഡ് വ്ളോഗ്സ്. എന്റെ ചെറിയ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജയ് ഗണേഷിനെ കുറിച്ച് എല്ലാവരും ഭയങ്കരമായ ചർച്ച എന്ന് പറഞ്ഞാൽ അങ്ങനെ എന്താണ്, പൊതുവായ ചർച്ചകളൊന്നും കാണുന്നുമില്ല, എന്നാലും ചെറിയ ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇതിന്റെ റിവ്യൂസ് കുറെ നോക്കി. ഇപ്പോഴാണ് അശ്വന്ത് ഗോക്ക് ഒരു റിവ്യൂ ഇട്ടത്. അതിനു മുമ്പ് റിവ്യൂസ് കുറവാണ്. ഏറ്റവും കൂടുതൽ റിവ്യൂസുള്ള ആവേശത്തിനും വർഷങ്ങൾക്ക് ശേഷമൊക്കെ ഭയങ്കര റിവ്യൂസും തിയേറ്റർ റെസ്പോൺസും ഭയങ്കര പ്രൊമോഷൻസും അവരുടെ വിജയാഘോഷങ്ങളും അങ്ങനെ കാണിക്കുന്നുണ്ട്. പക്ഷെ സോഷ്യൽ മീഡിയയിൽ ജയ് ഗണേശിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും അല്ലെങ്കിൽ തിയേറ്റർ റെസ്പോൺസ് ആണെങ്കിൽ തന്നെ വളരെ ആളുകൾ കുറവാണ്. എന്താണ് ഇതിനെക്കുറിച്ച് റിവ്യൂ പറയാത്തതാണോ അല്ലെങ്കിൽ തിയേറ്റർ റെസ്പോൺസ് ചെയ്യാത്തതാണോ എന്നറിയില്ല. സംതിങ് ഇസ് മിസ്സിങ്. എവിടെയൊക്കെയോ എന്തൊക്കെയോ നടക്കുന്നുണ്ട്. സോ അപ്പൊ എല്ലാവരും വിചാരിക്കുന്ന പോലെ ഞാൻ ഇതിന് ഡീഗ്രേഡിങ് നടക്കുന്നുണ്ട്. മേ ബി പല സ്ഥലങ്ങളിൽ നിന്ന് നടക്കുന്നുണ്ടാവും. അതിൽ പല രാഷ്ട്രീയപരമായ എന്തെങ്കിലും അത് നമ്മൾ ചർച്ച ചെയ്യുന്നില്ല. ഇവിടെ എന്തൊക്കെ കാരണങ്ങളുണ്ടോ അത് ലബ്ധമുണ്ടു. അതുകൊണ്ട് ഞാൻ അവരെ കുറിച്ചൊന്നും സംസാരിക്കുന്നില്ല. ഞാൻ ഈ പടത്തെ കുറിച്ച് മാത്രമാണ് ഇവിടെ സംസാരിക്കുന്നത്. സോ ഞാൻ ഇന്ന് ഇങ്ങനെയുള്ള ഇഷ്യൂസ് കണ്ടതുകൊണ്ട് തന്നെ ഞാൻ ജയ് ഗണേശെ പോയിട്ട് കാണാൻ ഒരു ക്യൂരിയോസിറ്റി എനിക്ക് വന്നു. പിന്നെ അതിന്റെ ട്രെയിലർ കാണുന്ന സമയത്തും അറിയാം, നമുക്കറിയാം അതിന്റെ ഒരു ക്യൂരിയോസിറ്റി അത് നിലനിർത്തിക്കൊണ്ടാണ് ട്രെയിലർ ചെയ്തിട്ടുള്ളത്. സോ ഇതിലൊരു സൂപ്പർ ഹീറോ പരിവേഷം ഉണ്ടോ, അല്ലെങ്കിൽ ഉണ്ണി മുകുന്ദൻ ഒരു വീൽ ചെയറിലാണ്, അങ്ങനത്തെ ഒരു സംഭവം വെച്ച് നോക്കുമ്പോൾ എന്തൊരു ക്യൂരിയോസിറ്റി ഉണ്ട് ആ ട്രെയിലറിൽ. സോ ഇന്ന് തന്നെ ബുക്ക് ചെയ്ത് 2 മണിക്കൂറേ സിനിമയുള്ളൂ. അതൊരു പോസിറ്റീവാണ്. ബിക്കോസ് വലിച്ചു നീട്ടുന്നില്ല. 2.5 മണിക്കൂറോ 2.75 മണിക്കൂറോ 3 മണിക്കൂറോ ഒന്നും സിനിമയില്ല. 2 മണിക്കൂറുള്ള സിനിമ കഴിഞ്ഞു. എനിക്ക് പേഴ്സണൽ ആയിട്ട് ഫീൽ ചെയ്ത കാര്യം എന്ന് പറഞ്ഞാൽ, ജയ് ഗണേഷ് എന്ന് പറഞ്ഞ ഉണ്ണി മുകുന്ദൻ ഈ സിനിമ ഒരിക്കലും ഡീഗ്രേഡ് അർഹിക്കുന്നില്ല. ഡീഗ്രേഡ് ചെയ്യപ്പെടേണ്ട ഒരു സിനിമയല്ല. ഒരു ഡീസന്റ് വാച്ച് എനിക്ക് ഏതായാലും എന്റെ പേഴ്സണൽ ഒപ്പീനിയൻ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ബിക്കോസ് 2 മണിക്കൂർ ബോർ അടിച്ചോ എന്ന് ചോദിച്ചാൽ അങ്ങനെ വളരെ രീതിയിലൊന്നും ബോർ അടിക്കുന്നില്ല. ബിക്കോസ് എന്താ പറയാ, നമ്മൾ ഈ ലോജിക്ക് എല്ലാ സിനിമയിലും ലോജിക്ക് പുറകെ പോയി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, അങ്ങനെ ലോജിക്ക് മാറ്റി വെക്കുക. അത് സിനിമ കാണുന്ന സമയത്ത് നമ്മൾ ലോജിക്ക് അല്ലെങ്കിൽ പിന്നെ ഡോക്യുമെന്ററി എടുത്താൽ പോരെ. ഈ ലോജിക്ക് ആണ് മുന്നിൽ കാണുന്നുണ്ടെങ്കിൽ സിനിമയായിട്ട് കാണുക. പിന്നെ എന്ന് പറഞ്ഞാൽ എനിക്ക് ഉണ്ണി മുകുന്ദന്റെ ആക്ടിങ് ഇതിൽ ഭയങ്കര ഡീസന്റ് ആയിട്ട് ഒരു മെച്ചുവേർഡ് ആക്ടിങ് ആയിട്ട് തോന്നി. ബിക്കോസ് ഈ മേപ്പടി ഞാൻ തിയേറ്ററിൽ പോയിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിൽ ഭയങ്കര ഇമോഷണൽ സംഭവങ്ങളൊക്കെ വരുന്ന സമയത്ത് എവിടെയൊക്കെ ഉണ്ണി മുകുന്ദൻ പതറുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. പിന്നെ അത് എന്താണ്, നമ്മുടെ അടുത്ത ഇതിനൊക്കെ അയ്യപ്പന്റെ മറ്റേ പടം, കുട്ടിയുമായിട്ടുള്ള പടം ഇറങ്ങിയ സമയത്ത് അതിൽ ഉണ്ണി മുകുന്ദൻ ഡീസന്റ് ആയിട്ട് ചെയ്തു. കുറച്ചും കൂടി മെച്ചുവേർഡ് ആയിട്ട് ആ ഒരു തനിക്ക് കിട്ടിയ കഥാപാത്രം കുറ്റം പറയിപ്പിക്കാതെ നല്ല രീതിയിൽ കൊണ്ടുവന്ന് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് വരുന്ന സമയത്ത് ഈ ഒരു ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ഉണ്ണി മുകുന്ദൻ ഇതുവരെ ചെയ്യാത്തൊരു ക്യാരക്ടറാണ്. അതേപോലെ ഈ വീൽ ചെയറിൽ ഇരിക്കുന്നത് കൊണ്ടും ഒരു അരക്ക് താഴെ തളർന്ന ഒരു കഥാപാത്രമാണ് ചെയ്യുന്നത്. നമുക്ക് അറിയാം, ട്രെയിലർ കണ്ടിട്ടുണ്ട്. സോ അതിൽ ആ ഒരു കഥാപാത്രത്തിന് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു മനുഷ്യന് ഉണ്ടാവുന്ന എല്ലാ ഇമോഷൻസും ഈ ഒരു ക്യാരക്ടറിനും ഉണ്ട്. ഭയങ്കരമായ ദേഷ്യം വരുന്നുണ്ട്, ഭയങ്കരമായ ഡിപ്രഷൻ, ഭയങ്കരമായ സാഡ് മൊമെന്റ് വരുന്നുണ്ട്, ഇങ്ങനെ ഡിപ്രഷൻ അടിക്കുന്നുണ്ട്. ആ ഒരു ഇമോഷൻസും കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് നല്ല ഡീസന്റ് ആയിട്ട്, അതാണ് ഞാൻ പറഞ്ഞത്, മെച്ചുവേർഡ് ആൻഡ് ഡീസന്റ് ആയിട്ട് ഉണ്ണി മുകുന്ദന്റെ നടന്റെ ഭാഗത്ത് സ്ക്രീനിൽ കാണാൻ പറ്റുന്നുണ്ട്. അതന്നെ വലിയൊരു കാര്യമാണ്. ആൻഡ് ഇതിന്റെ കഥയിലേക്ക് വരുന്ന സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞു, സൂപ്പർ ഹീറോ സംഭവങ്ങളൊന്നും ഇതിലില്ല. ഞാൻ നമ്മൾ ഈ ട്രെയിലർ കാണുന്ന സമയത്ത് എല്ലാവരും വിചാരിക്കുന്നു, ഇതൊരു സൂപ്പർ ഹീറോ പിന്നെ പടമാണ്. ഈ മാവീരൻ തമിഴ് പടമൊക്കെ ഉണ്ടല്ലോ, അതുമായിട്ടൊക്കെ എനക്കും തോന്നി. അങ്ങനെ ഞാനും പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാൻ വിചാരിച്ചിട്ടുണ്ട് ഇതൊരു സൂപ്പർ ഹീറോ പടമായിരിക്കുമോ, അങ്ങനെ ജയ് ഗണേഷ് എന്നൊക്കെ പറഞ്ഞിട്ട് ആ രീതിയിൽ കൊണ്ടുവരുന്നുണ്ടോ. പക്ഷെ പടം നിങ്ങൾ പോയിട്ട് കണ്ടാൽ അറിയാം, ഇതൊരു നത്തിങ് ടു ഡു വിത്ത് സൂപ്പർ ഹീറോ. ലൈക്ക് അങ്ങനത്തെ ഒരു പേര് കൊടുത്തു തന്നെ എനിക്ക് അറിയില്ല എന്തിനാണ് കൊടുത്തത്. പക്ഷെ അതൊരു ക്യാരക്ടറിന്റെ പേരാണ്. ഈ ഉണ്ണിമുന്തൻ ചെയ്യുന്ന ഒരു കഥാപാത്രം മൂപ്പര് ടെക്കിയാണ്. മൂപ്പര് നന്നായിട്ട് ഡിജിറ്റൽ ആർട്ടും വർക്കൊക്കെ ചെയ്യും. സോ അപ്പൊ മൂപ്പര് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു കഥാപാത്രമാണ്, ഒരു ഇമാജിനറി കഥാപാത്രം തന്നെ ഒരു സൂപ്പർ ഹീറോ ആണ് ഇതിലുള്ളത്. അല്ലാതെ റിയൽ ആയിട്ടോ അങ്ങനെ ഒരു എന്താണ് ജയ് ഗണേഷ് അമാനുഷ കഥാപാത്രങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. സോ ഞാൻ പറയാവുന്നത്, നിങ്ങൾ ട്രെയിലർ കണ്ടിട്ട് ഇത് സൂപ്പർ ഹീറോ പടമാണ്, നമുക്ക് സൂപ്പർ ഹീറോ ഗണേഷ് സൂപ്പർ ഹീറോ ആയിട്ട് കാണാം എന്ന് വിചാരിച്ച് തിയേറ്ററിലേക്ക് പോകാൻ പ്ലാൻ ഉണ്ടെങ്കിൽ അതൊന്ന് മാറ്റി വെക്കുക. അല്ലാതെ ആ ഒരു മൈൻഡ് നിങ്ങൾ വിട്ടിട്ട് സിനിമ നേരെ കാണാൻ പോവുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആ എക്സ്പ്രഷൻ മാറ്റി വെച്ച് പോവുകയാണെങ്കിൽ ഒബ്വിയസ്ലി നിങ്ങൾക്ക് സിനിമ ഇഷ്ടപ്പെടുന്നത് തന്നെയാണ്. പിന്നെ ഇതിൽ ഒബ്വിയസ്ലി ലോജിക്ക് എന്ന് പറയുന്ന സമയത്ത് നമുക്ക് ഒരുപാട് ലോജിക്കലി ചിന്തിച്ചു കഴിഞ്ഞാൽ സിനിമ കണക്ട് ചെയ്യാൻ പറ്റില്ല. ചില ഇടങ്ങളിലൊക്കെ അങ്ങനെ ലോജിക്ക് കുറവായിട്ടൊക്കെ ഫീൽ ചെയ്തിട്ടുണ്ട്. ഒബ്വിയസ്ലി പിന്നെ വേറെ രീതിയിൽ എന്താ പറയാ, ഒരു കണക്ഷൻ കുറച്ച് രീതിയിൽ, അല്ലാതെ വലിയ രീതിയിൽ എന്നല്ല പറയുന്നത്, കുറച്ച് രീതിയിൽ കണക്ഷൻ അവിടെ ഇവിടെയൊക്കെ ഒരു മിസ്സിങ് പോലെ തോന്നിയിട്ടുണ്ടെങ്കിൽ കൂടി ആസ് എ ഹോൾ സിനിമ നോക്കുന്ന സമയത്ത് നമുക്ക് 2 മണിക്കൂറേ ഇല്ലൂ. അതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം 2 മണിക്കൂർ സിനിമ. സോ അങ്ങനെ വെച്ച് നോക്കുന്ന സമയത്ത് പാട്ടും അതിന്റെ ബാക്കി ഇന്റർവെല്ല് കഴിഞ്ഞ സമയത്ത് പിന്നെ കുറച്ച് ത്രില്ലിങ്, കുറച്ച്
കഥ ലേശം മാറി അല്ലെങ്കിൽ ത്രില്ലിംഗ് മൊമെന്റിലേക്ക് പോകുന്നുണ്ട്. പക്ഷെ ത്രില്ലിംഗ് എലമെന്റ്സ് എത്രത്തോളം ഉണ്ട് എന്ന് ചോദിച്ചാൽ അതും കുറച്ച് കുറവാണ്. പക്ഷെ എന്താ പറയാ, നമ്മൾ ഇതിനേക്കാൾ എത്രയോ തല്ലിപ്പൊളി സിനിമകൾ, അന്യഭാഷ സിനിമകളൊക്കെ കൊട്ടിഘോഷിച്ച് നടക്കുന്ന മലയാളികൾ നമ്മുടെ മലയാളത്തിലും ഇതൊരു പരീക്ഷണ ചിത്രമായിട്ട് അല്ലെങ്കിൽ ആ രീതിയിൽ കണ്ടു കഴിഞ്ഞാൽ ഒരു ഡീസന്റ് വാച്ച് ഫിലിം തന്നെയാണ് എന്താണ് നമ്മുടെ ജയ് ഗണേഷ്. പിന്നെ ഉണ്ണി മുകുന്ദന് പുറമെ ഇതിൽ അഭിനയിച്ചിരിക്കുന്ന മഹിമ നമ്പ്യാർ, നമ്മൾ RDXലെ മഹിമ നമ്പ്യാർ, മൂപ്പരും അവരെ ക്യാരക്ടർ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. കൂടുതൽ റൊമാൻസോ പാട്ടോ ലവ്സോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല, ഒരു സീരിയസ് ആ ലെവലിൽ പിടിച്ചിട്ട് തന്നെ മൂപ്പർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിന് പണ്ടത്തെ നടി ജോമോൾ ഒരു കഥാപാത്രമായിട്ട് വരുന്നുണ്ട്. നമ്മുടെ നന്ദു പണ്ടത്തെ അതൊരു മൂപ്പരൊരു കഥാപാത്രമായിട്ട് വരുന്നു. അങ്ങനെ ആൾക്കാർ. പിന്നെ ഇതിലൊരു ചെറിയൊരു കുട്ടിയുണ്ട് ഉണ്ണി മുകുന്ദന്റെ കൂടെ, നമ്മൾ ട്രെയിലറിലൊക്കെ കണ്ടിട്ടുണ്ട്. ആ കുട്ടി നന്നായിട്ട്, അതായത് ചെറിയ കുട്ടി, ആ കുട്ടി നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. കുറച്ച് ഇമ്പോർട്ടന്റ് ക്യാരക്ടർ റോള് അതിലുണ്ട്. സോ ആ ഒരു റോളും ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. സോ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ഇതൊരു എന്താ ഡീസന്റ് വാച്ച് ആയിട്ട് എനിക്ക് പേഴ്സണൽ ഒപ്പീനിയൻ ഉണ്ട്. ഇത് ഒരിക്കലും ഡീഗ്രേഡ് ചെയ്യപ്പെടേണ്ട അല്ലെങ്കിൽ തളർത്തപ്പെടേണ്ട ഒരു സിനിമയല്ല. നമ്മൾ എന്താണ് സപ്പോർട്ട് കൊടുക്കേണ്ട ഒരു സിനിമ തന്നെയാണ്. ഫാമിലി ഓഡിയൻസ് ആയിട്ട് എന്തായാലും നിങ്ങൾ പോയി കഴിഞ്ഞാൽ ഫാമിലിക്കൊക്കെ ഇഷ്ടപ്പെടുന്ന രീതിയിൽ തന്നെയാണ്, കുട്ടികൾക്ക് പ്രത്യേകിച്ച് കുട്ടികൾക്കും ഫാമിലിക്കൊക്കെ ഇഷ്ടപ്പെടുന്ന രീതിയിൽ എടുത്തു വെച്ചിട്ടുണ്ട്. സോഷ്യൽ ഇഷ്യൂസ് ഒക്കെ ഇതിൽ ചർച്ച ചെയ്യുന്നുണ്ട്. സോ അങ്ങനെയൊക്കെ നോക്കുന്ന സമയത്ത് ആസ് എ 2 മണിക്കൂറുള്ള സിനിമ എന്തായാലും നമുക്ക് ഒരു പ്രാവശ്യം തിയേറ്ററിൽ പോയിട്ട് കാണാവുന്ന ഒരു സിനിമ തന്നെയാണ് ജയ് ഗണേഷ്. പിന്നെ പൊളിറ്റിക്സിന്റെ ഭാഗമായിട്ട് ഉണ്ണി മുകുന്ദന്റെ സിനിമകൾ ഡീഗ്രേഡ് ചെയ്യണം അല്ലെങ്കിൽ ഉണ്ണി മുകുന്ദന്റെ സിനിമകൾ കാണരുത് എന്നൊക്കെ പറയുന്നവരോട് ഒരു കാര്യം പറയാനുള്ളൂ. പൊളിറ്റിക്സും സിനിമയായിട്ട് കൂട്ടിക്കലർത്താൻ വലിയ താല്പര്യമില്ല. അങ്ങനെ ഞാൻ എന്റെ രാഷ്ട്രീയം വെച്ച് നോക്കുകയാണെങ്കിൽ ഞാൻ ഒരിക്കലും ഉണ്ണി മുകുന്ദന്റെ പടം പോയി കാണൂല്ല. ഞാൻ ഈ റിവ്യൂ പറയാനും ഉദ്ദേശിക്കുന്നുണ്ടാവില്ല. പക്ഷെ അതൊക്കെ മാറ്റി വെച്ച് എന്റെ രാഷ്ട്രീയം, ഞാൻ എന്റെ പേഴ്സണൽ അത് മാറ്റി വെച്ച് സിനിമയായിട്ട് കണ്ട് പോയിട്ട് കണ്ട് എനിക്ക് തോന്നിയ ഫീൽ ചെയ്ത കാര്യങ്ങളാണ് നിങ്ങളോട് പറഞ്ഞത്. സോ ജയ് ഗണേഷ്, ജയ് കിസാൻ. താങ്ക് യു ഗൈസ്.